ബഡ്ജറ്റ് പ്രസംഗത്തിലെ ഭാഗം 4 വിഭവ സമാഹരണം എന്ന ശീർഷകത്തിൽ 204 മുതൽ 212 വരെ പേജുകളിലാണ് 150 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിച്ച് എല്ലാ കോടതികളിലും കോർട്ട് ഫീസും മറ്റും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സർ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരന് നീതി ലഭിക്കാൻ അവിടെ ആശാകേന്ദ്രമായ കോടതിയിൽ വലിയ ചെലവ് വരുന്നതാണ്. സർഫാസി ആക്ട് പ്രകാരമുള്ള ഫീസും മറ്റ് ചിലവ് വർദ്ധിപ്പിച്ചത് അത് പാവങ്ങളായ വായ്പ എടുത്ത ആളുകൾ നൽകേണ്ടി വരും. ബാങ്കുകൾ ഒരിക്കലും അത് നൽകാറില്ല. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം ജാമ്യാപേക്ഷയ്ക്ക് ഹൈക്കോടതിയിൽ 500 രൂപയും സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് 250 രൂപയും ജാമ്യാപേക്ഷയ്ക്ക് 200 രൂപയും മറ്റു കോടതികളിൽ 50 രൂപയുമായി വർദ്ധിപ്പിക്കുന്നു സർ. മാത്രമല്ല, തുടർന്നുള്ള ഓരോ ഹർജിക്കും അതിൻ്റെ പകുതി, ആബ്സെന്റ് പെറ്റീഷനായാലും മറ്റ് പെറ്റീഷനായാലും അതിനൊക്കെ പകുതി നൽകണമെന്നാണ് സർ. സർ, അങ്ങനൊരു അഭിഭാഷകനല്ലേ? പൊളിറ്റിക്കൽ കേസുകൾ ധാരാളം ഹാജരായ ഒരു വക്കീലാണ് ഞാൻ. ഇവിടെ പൊളിറ്റിക്കൽ ലീഗായാലും കോൺഗ്രസ് ആയാലും CPM ആയാലും 80-100 പ്രതികളുണ്ടായാൽ എത്ര രൂപയാണ് സർ ചെലവ്? 50,000, 25,000, 30,000 രൂപയോ? ഓരോ തുടർന്ന ഹർജിക്ക് എത്ര? അത് സാധ്യമാണോ? ഒരു ജൂനിയർ അഭിഭാഷകൻ സീനിയറിന് കൂടെ വക്കാലത്ത് കൊടുക്കാൻ അതിൻ്റെയും ഫീസ് വർദ്ധിപ്പിച്ചു. ഈ സമീപനം സമയക്കുറവ് കൊണ്ട് സർ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സമീപനം ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. 39A ആർട്ടിക്കിൾ ഞാൻ വായിക്കട്ടെ സർ. 39A, the state shall secure that the operation of the legal system promotes justice on the basis of equal opportunity and shall, in particular, provide free legal aid by suitable legislation or schemes or any other way to ensure the opportunities for securing justice are not denied to any citizen by reason of economic or other disabilities. അതിനെതിരാണ് സർ. 2 സ്ത്രീകൾക്കും കുട്ടികൾക്കും ആ ഫാമിലി കോടതിയും വർദ്ധിപ്പിച്ചു. അത് ആർട്ടിക്കിൾ 15(3) വിരുദ്ധമാണ്. 15(3) Nothing in this article shall prevent the state from making any special provision for women and children. അതിന് പകരം അവർക്കും ഫീസ് വർദ്ധിപ്പിക്കുകയാണ് സർ ഉണ്ടായത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ 3 അംഗ സുപ്രീം കോടതി ബെഞ്ച്, അത് 2019-5 SCC പേജ് 384 3 അംഗ ബെഞ്ചും നമ്മുടെ ഹൈക്കോടതി 1996 2 KLT പേജ് 169 സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സംരക്ഷണം നൽകണം എന്നാണ് വിധിച്ചത്. സർ, ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി കേരള ലോയേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസാഖ് ആലപ്പുഴ, ജനറൽ സെക്രട്ടറി ഹുസൈൻ എന്നിവർ ജസ്റ്റിസ് VK മോഹനൻ കമ്മിറ്റി മുഖാന്തരം മുമ്പാകെ വളരെ വിശദമായി ധരിപ്പിച്ചിരുന്നു. ഒന്നും സ്വീകരിച്ചതായി കാണുന്നില്ല. അതുകൊണ്ട് ഈ വർധനവ് സ്വീകരിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സർ, അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് ചർച്ചയുടെ ഭാഗമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. കാരണം ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്കകത്ത് വന്നിട്ടുള്ളതാണ്. നൽകിയ സബ്മിഷൻ പ്രധാനമായിട്ടും ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സബ്മിഷനിൽ ഊന്നൽ. എന്നാൽ ഇതുവരെ 13 തവണ ഈ ഫീസിനകത്ത് 59 നിയമത്തിൽ 13 തവണ ഫീസുകൾക്കകത്ത് വർധന വരുത്തിയിട്ടുണ്ട്. ആനുപാതികമായി വർധന വരുത്താം എന്ന് ലോ കമ്മീഷൻ ശുപാർശയും സുപ്രീം കോടതിയുടെ ജഡ്ജിമെൻറ്റുമുണ്ട്. ഇപ്പം ഇവിടെ ഈ ബഡ്ജറ്റ് 2023-24 ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഇതിനകത്ത് മാറ്റം വരുത്തുമെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത് പഠിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിലെ മുൻ ജസ്റ്റിസ് VK മോഹൻ അധ്യക്ഷനായി ഒരു 5 അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ രൂപീകരിക്കുകയുണ്ടായി. ഈ വിദഗ്ധ സമിതിയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചിലത് 5 മടങ്ങെന്ന് പറയുമ്പോൾ 2 രൂപയാണ് ഒരു ഫീസ്, അത് 10 രൂപയാക്കിയതാണ്. മടങ്ങിൽ 5 ആണെങ്കിലും 2ൽ നിന്ന് 10ലേക്കുള്ള വർധനവാണ് അതിനകത്തുള്ളത്. അതുപോലെ മറ്റ് ചില ഫീസുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ വിദഗ്ധ സമിതിയുടെ പഠനം അവരെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിയമം ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. അതാണ് 1959 കേരള കോർട്ട് ഫീസ് ആൻഡ് സ്യൂട്ട്സ് വാല്യുവേഷൻ നിയമം. 2 ഷെഡ്യൂളുണ്ട്. ഒരു ഷെഡ്യൂളിൽ ഫീസുകൾ നിശ്ചയിച്ചിട്ടുള്ളതാണ്, മറ്റൊന്ന് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. അതാണ് ഇപ്പോൾ മാറ്റം വരുത്താൻ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ബഹുമാനായ ധനകാര്യമന്ത്രി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 246 അതുപ്രകാരം നിയമനിർമ്മാണം നടത്താൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ച കാര്യം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കെൽസ പോലുള്ള സംവിധാനങ്ങളുടെ നിയമനിർമ്മാണം തന്നെ വന്നിട്ടുള്ളത്. പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നീതി ഉറപ്പുവരുത്താനുള്ള നിയമസഹായം സൗജന്യമായി ലഭിക്കുന്നതിനുള്ള നിയമം നമ്മുടെ രാജ്യം പാസ്സാക്കിയിട്ടുള്ളതും
ഇവിടെ നമ്മൾ അത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതും അതിന് ഗവൺമെൻറ് ബജറ്റിൽ നിന്ന് പണം നീക്കിവെച്ച് വിനിയോഗിക്കുന്നതും അദ്ദേഹം ഉന്നയിച്ച ആ ഭരണഘടനയുടെ കാഴ്ചപ്പാടനുസൃതമാണ്. അപ്പോൾ ആ കാഴ്ചപ്പാട് പൂർണ്ണമായിട്ടും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ 2003 ഒടുവിൽ വർധന വരുത്തിയത്. അത് അങ്ങയുടെ പാർട്ടി ഉൾപ്പെടെ ഭരണത്തിലുള്ള സന്ദർഭത്തിലാണ്. അന്ന് ഈ വർധന വരുത്തിയത് ഒരു പഠനം നടത്താതെയാണ്. അത് വലിയ തരത്തിലുള്ള വിമർശനമിടയാക്കി. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വിദഗ്ധ സമിതിയെ വെച്ച് ആ വിദഗ്ധ സമിതി കേരളം മുഴുവൻ കേട്ട് ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ ആ സംഘടനയുടെ അവരുടെ പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ ഒരു വർധനവ് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ബജറ്റ് പ്രസംഗത്തിനകത്ത് ചർച്ചയാവുന്നതാണ്. ഭരണഘടനാനുസൃതമാണ്. ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായി വന്ന റിപ്പോർട്ടിനെ ആധാരമാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുന്നത്.